For this child I have prayed, and you heard my cry. For this baby I had faith, and you gave new life. In this moment now I pray, and I vow to you this day, I dedicate this baby back to you. ഈ പേരിൻ്റെ പുറകിൽ കുറച്ച് കഥയുണ്ട്. ഞങ്ങൾക്ക് പേര് ഞങ്ങൾ ഭാഷ പ്രസംഗിക്കുമ്പോഴും അല്ലാതും ഞങ്ങൾ വീട്ടിലൊക്കെ കുറേ ബൈബിളൊക്കെ തപ്പി ഓരോ ജനസിസ് മുതൽ ഇനി അവസാനം വരെ ഉള്ള പേരിൽ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് അവളുടെ പേര് ഞങ്ങൾ തപ്പിയെടുക്കാൻ കാരണം. അങ്ങനെയാണ് അവളുടെ പേര് കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പം ഈ ഒരു പേര് ഞങ്ങൾ കുറേ തപ്പിയിട്ടും ബൈബിളിൽ നിന്നൊരു പേര് അങ്ങോട്ട് കിട്ടുന്നില്ല. അവൾ കുറച്ച് ദിവസം ഏതോ ഒരു കാർട്ടൂൺ കണ്ടിട്ട് അതിനകത്തൊരു പേര് കണ്ടുപിടിച്ചത് അവൾ. ആ പേര് ഷോൺ സാമുവൽ എന്നായിരുന്നു. ദ ഫസ്റ്റ് ലെറ്റർ വിച്ച് ഐ ടോൾഡ് യു. സോ ഫസ്റ്റ് നെയിം വിച്ച് വി ചൂസ് വാസ് ഷോൺ സാമുവൽ. ബട്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ അബിയുടെ പേര് അബിഗേൽ സാം എന്നാണ്. അപ്പോൾ ഇവൻ്റെ പേര് ഷോൺ സാമുവൽ, അത് വേറെ സർനെയിമായി മാറും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും അത് തന്നെ ഇഷ്ടപ്പെട്ടു. ആ പേരും എല്ലാം മാച്ചിങ് ആയിട്ട് വന്നപ്പോൾ ഞങ്ങളത് ഉറപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം പാസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പം ജുനൈക്ക ഈ ഒരു പേര് പറഞ്ഞു. അവളെ സജസ്റ്റ് ചെയ്തതല്ല, അവളായിട്ട് പറഞ്ഞതാ കൊച്ചിൻ്റെ പേര് ഐസക് സാം എന്നാന്നുള്ള കാര്യം. അവൾ ഈ സർനെയിം ഉൾപ്പെടെ അവൾ ആ പേര് പറഞ്ഞു. ഈ ഒരു പേര് ഐസക് എന്നുള്ള പേര് ഞങ്ങൾ ഈ ഇത്രയും ബൈബിൾ എടുത്തിട്ട് ആ ഒരു പേര് മാത്രം ഞങ്ങളുടെ മനസ്സിൽ വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആ ഒരു അവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ആ പേര് ഇഷ്ടമായി. അങ്ങനെ ആ പേര് ഞങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുമായിരുന്നു, പിന്നെ തീരുമാനിക്കുമായിരുന്നു. എന്തായാലും ജുനൈക്കയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. ജുനൈക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ജുനൈക്ക പ്ലീസ് കം. നിറയും എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കും നന്ദിയാ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളിലോത്ത്. നന്ദിയാ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളിലോത്ത്. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. വേണ്ടെന്നു കാലിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാലിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. നന്ദിയാ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്.
കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേ. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേ. One last time. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാനായി പ്രത്യേകാല ദൈവത്തിൻ്റെ ദാസൻ ജിജു അങ്കളെ മുൻപിലോട്ട് ക്ഷണിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ദാസൻ ജിജു അങ്കൾ മുൻപിലോട്ട് കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്ന് ശിശു പ്രതിഷ്ഠയോട് പ്രസക്തമായ ഒരു ഭാഗം നമ്മെ വായിച്ചു കേൾപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലഭിച്ച നല്ല ദൈവഭാവത്തിനായി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഐസക് സാം എന്ന പേരിട്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് പ്രതിഷ്ഠയായി നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരംഭമായി ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ ശിശു സമർപ്പണ ശുശ്രൂഷ പലപ്പോഴും ചില സഭകളിൽ ഇത് കാണാറില്ല. ഇതൊരു സ്നാന ശുശ്രൂഷയല്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സെറമണി ബൈബിളിൽ ചെയ്യുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാദങ്ങളുമുണ്ട്, എതിർവാദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും പ്രൈസ് ദി ലോർഡ് 4 പ്രസിഡൻസ്, 4 ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ബൈബിളിൽ ശിശു പ്രതിഷ്ഠയെക്കുറിച്ച് നമുക്ക് അറിവുള്ളതായിട്ടുണ്ട്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഭക്തമതിയായ ഒരു സ്ത്രീ, ദൈവഭയമുള്ളൊരു സ്ത്രീ, ഹന്ന എന്നു പേരുള്ളൊരു സ്ത്രീ. അവൾ അനേക വർഷങ്ങൾ ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഷി പ്രേയ്ഡ് ഫോർ ഇയർ ആഫ്റ്റർ ഇയർ ഫോർ എ ബേബി ടു ബി ബോൺ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഹന്ന തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ അവർ ശമൂവേൽ എന്ന് പേര് വിളിച്ചു. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ ആ അമ്മ പ്രൈസ് ദി ലോർഡ് മുലകൂടി മാറിയ സമയത്ത് ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഏലി പുരോഹിതൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ജനിച്ച ഈ കുഞ്ഞിനെ, ദൈവം എനിക്ക് നൽകിയ ഈ കുഞ്ഞിനെ ഞാൻ തിരികെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവന് ജീവനുള്ള നാളുകൾ അവൻ യഹോവയ്ക്ക് നിവേദിതനായിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമതൊരു ദൃഷ്ടാന്തം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ്. യേശു ഒരു കൈക്കുഞ്ഞായിരിക്കെ അവൻ്റെ അപ്പനായ യോസെഫും മറിയയും 8-ാം നാളിൽ പരിച്ഛേദനയ്ക്കായി ദേവാലയത്തിലേക്ക് യേശു കുഞ്ഞിനെ കൊണ്ടുവരികയും പ്രൈസ് ദി ലോർഡ് ശിമയോൻ എന്നു പേരുള്ള ഒരു പ്രവാചക, ഒരു വയസ്സ് ചെന്ന ഒരു വൃദ്ധൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയും ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിപ്പാൻ ശിമയോനും അതിന് സാക്ഷ്യം വഹിപ്പാനായിട്ട് ഒരു ഹന്ന പ്രവാചകയും ആ ദേവാലയത്തിൽ അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. യേശുവിനെ പ്രതിഷ്ഠി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അവൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഒരൊറ്റ വാക്കാണ്. ഒറ്റ വാചകത്തിൽ യേശുവിൻ്റെ ചൈൽഡ്ഹുഡ് എൻറ്റയർലി ഇൻഫൻസി മുഴുവൻ പറയുന്നുണ്ട്. എന്തുവാ? യേശുവോ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവൻ വളർന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതൊരു ദൃഷ്ടാന്തം നമുക്ക് പുതിയ നിയമത്തിലുള്ളത് തിമത്തിയോസിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. തിമത്തിയോസ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ ഒരു ദത്തുപുത്രനായിരുന്നു എന്ന് വേണം പറയാൻ. പ്രൈസ് ദി ലോർഡ്. യൂനിക്കയുടെയും ലോയിസിൻ്റെയും മകനായിരുന്ന പ്രൈസ് ദി ലോർഡ്, യൂനിക്കയുടെ മകനായിരുന്ന പ്രൈസ് ദി ലോർഡ് ഈ തിമത്തിയോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൗലോസിൻ്റെ ഒരു മകനെ പോലെയാണ് പൗലോസ് കണക്കാക്കിയത്. പൗലോസ് അവനെക്കുറിച്ച് പറയുന്നത്, തിമത്തിയോസെ, നീ ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിരിക്കുക. യു ഹവ് നോൺ ദി സ്ക്രിപ്ചേഴ്സ് ഫ്രം യുവർ ഇൻഫൻസി. ഈവൻ വെൻ യു ആർ യങ് യു ന്യൂ ദ സ്ക്രിപ്ചേഴ്സ്. ഹല്ലേലൂയ. എന്നിട്ട് ആ 3:16 പറയുന്നല്ലേ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന് പറയുന്ന 15-ാം വാക്യം എന്താ പറയുന്നത്? തിമത്തിയോസെ, നീ ചെറുപ്പം മുതൽ അഭ്യസിച്ചു വന്നിരിക്കുന്ന ഈ വിശുദ്ധ വചനങ്ങൾ, ഈ ദൈവവചനം, അതിൻ്റെ അഭ്യസനം അതേറെ പ്രയോജനമുള്ളൊരു കാര്യമാണ്. 3 ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പറയും. 4-മത് നമ്മൾ ഈ വായിച്ച ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചു കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറയണം.
പ്രൈസ് അല്ലോ. ആവർത്തന പുസ്തകം നമ്മൾ ഒന്നുകൂടെ ഒന്ന് എടുക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ പറയുക, ഇത് യഹോവ നമ്മുടെ ദൈവമാണ്, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുകയാണ് ഇന്ന്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സമാധാനം ഏറ്റെടുത്തിരിക്കുക. അവിടെ പറയുന്നു, നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യ നെറ്റിപ്പട്ടമായിരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടിലുകളിന്മേലും പടിവാതിലിന്മേലും എഴുതണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായൊരു രേഖയുണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്നുള്ളത്. ഇന്ന് അതിൻ്റെ പ്രാരംഭ ദിനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു വാവ് എടുക്കുകയാണ്, ദൈവസന്നിധിയിൽ ഒരു നേർച്ച കഴിക്കുകയാണ്, ദൈവസന്നിധി നിങ്ങൾ പ്രതിഷ്ഠിച്ച ഒരു പ്രതിജ്ഞ വാചകം നിങ്ങൾ ചൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഒരു ക്രിസ്തീയ മാർഗ്ഗത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ സന്നദ്ധതയും ഞങ്ങളിന്ന് പ്രകടിപ്പിക്കുകയാണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഈ ശിശു സമർപ്പണ ശുശ്രൂഷ 3 കാര്യങ്ങളാണ് വ്യക്തമായി വിളിച്ചു പറയുന്നത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ജീവൻ വിലമതിപ്പാനാവാത്തതാണ്. ഹിസ് ലൈഫ് ഈസ് സോ പ്രഷ്യസ് ടു ഗാഡ് ആൻഡ് വി ആർ ഓൾ ഹിയർ ടു സെലിബ്രേറ്റ് ഹിസ് ലൈഫ് ആൻഡ് ടു ഗീവ് താങ്ക്സ് ടു ഗാഡ്. ദൈവസന്നിധിയിൽ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ വേണ്ടി പ്രൈസ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ദാനത്തെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. വി ആർ വാല്യൂയിങ് ഹിസ് ലൈഫ് ടുഡേ. ദൈവം കൊടുത്തതാ, ദൈവത്തിൻ്റെ ദാനമാ. മക്കൾ ആരാന്ന് പറഞ്ഞിരിക്കുന്നത്? മക്കൾ യഹോവ തരുന്ന അവകാശവും ഉത്തരഫലം പ്രൈസ് ദി ലോർഡ്. ഓഫറിംഗ് ഫണ്ട്സ് എന്ന് പറയുന്ന പ്രൈസ് ദി ലോർഡ് ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം. ഇറ്റ്സ് എ റിവാർഡ് ദാറ്റ് ഗോഡ് ഗിവ്സ് അസ്. എൻ്റെ പകൽക്കാലം അതിൻ്റെ ഒരു റെക്കഗ്നീഷനാണ്. 1. 2, ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഈ ചിരി ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ വളരെ നന്നായി ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കമായ ഈ ചിരിയുടെ അടിയിൽ ഈ കുഞ്ഞൊരു പാപിയാണ്. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 51 എന്താ പറയുന്നത്? എങ്ങനെ നമ്മൾ ഉരുവായത്? അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇന്ന് നാം ഈ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാനുള്ള കാരണം എന്താ? ഈ കുഞ്ഞ് ഒരു പാപിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളേവരെയും പോലെ പ്രൈസ് ദി ലോർഡ് രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെ ചെയ്യുവാനുള്ള കഴിവ്, പ്രാപ്തി ഈ കുഞ്ഞിനില്ല. സ്വയമായി അതിനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെ വിശ്വസിപ്പാൻ ഈ കുഞ്ഞിന് വിശ്വസിപ്പാൻ പ്രാപ്തിയുള്ള പ്രായമാകുമ്പോൾ അവനൊരു രക്ഷകനെ ആവശ്യമായി വരും. And that is the third thing we are going to declare, that Jesus alone is the rescuer. യേശു ഒരൊറ്റ രക്ഷിതാവിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തി 4 അധ്യായം അല്ലേ? പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് കാരണഭൂതമായിരിക്കുന്ന മറ്റൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. ഒരൊറ്റ നാമമേ നമുക്ക് നൽകപ്പെട്ടുള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. So we declare unequivocally that Jesus is the Savior. Hallelujah. 2 ഉദ്ദേശങ്ങൾ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ടുണ്ട്. 1, മാതാപിതാക്കളുടെ സമർപ്പണത്തെ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞിനെ ക്രൈസ്തവ മാർഗത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറകളിൽ ദൈവവചനപരമായി അവനെ ആത്മീക ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള മാതാപിതാക്കളുടെ സമർപ്പണവും സന്നദ്ധതയും അവരറിയിക്കുന്ന പബ്ലിക്കായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ശുശ്രൂഷയുടെ ഒരു ലക്ഷ്യം. 2, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ മാതാപിതാക്കളുടെ അവരുടെ പങ്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നെന്ന് വരികിലും പ്രൈസ് ദി ലോർഡ് പലപ്പോഴും അവരതിൽ ഫെയിൽ ആകാൻ പോകുകയാണ്. അവർക്ക് ചിലപ്പോഴെങ്കിലും അത് പൂർണ്ണമായി ചെയ്യുവാനുള്ള കഴിവ് ഇല്ല. അപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് സഭയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ ആവശ്യം അവിടെ ഉത്ഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായ വിളിയുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന സഭയുടെ വിളി കേട്ടവരാണ് നമ്മളെല്ലാവരും ഇവിടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സമർപ്പണവും സന്നദ്ധതയെ അറിയിക്കുക. ഈ മാതാപിതാക്കളോട് ചേർന്ന് ഈ കുഞ്ഞിനെ ആത്മീയ ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രാർത്ഥനയിൽ പ്രൈസ് ദി ലോർഡ് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഈ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മീക ശുശ്രൂഷയിൽ പരിചയം കൊടുക്കാൻ, പരിശീലനം കൊടുക്കാൻ പ്രൈസ് ദി ലോർഡ് അവനൊരു ശുശ്രൂഷക്കാരനായി വളർത്തിയെടുക്കാൻ, എക്വിപ്പ് ചെയ്യുവാൻ സഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചൈൽഡ് ഡെഡിക്കേഷൻ ശുശ്രൂഷയുടെ 2ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ ഹല്ലേലൂയ അല്പ ചില സമയങ്ങൾക്കുള്ളിൽ ഞാൻ അവരോട് മുൻപിലോട്ട് കടന്നു വന്ന് എന്നോട് കൂടെ ചേർന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരെ കൊണ്ട് ചില വാചകങ്ങളൊക്കെ ഞാൻ പറയിപ്പിക്കാൻ പോവുകയാണ്. കാരണം ആഫ്റ്റർ ഓൾ ദിസ് ഈസ് എ ഡെഡിക്കേഷൻ ഓഫ് പാരൻസ് ആൻഡ് ദ ചർച്ച് ഇറ്റ് സെൽഫ്. There's nothing magical happening in here. Praise the Lord. ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന മാതാപിതാക്കളാണ്, ഞാനല്ല. പ്രൈസ് ദി ലോർഡ്
ഹല്ലേലൂയ. എന്നാൽ സഭയായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ സഹായം ഇല്ലാതെ അവർക്കത് ചെയ്യുവാനായിട്ട് കഴിവുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഐ എം ഗോണ ഇൻവൈറ്റ് യു ടു കം ആൻഡ് ജോയിൻ മീ ഓൺ ദ സ്റ്റേജ് ഹിയർ, ഫേസിങ് ദ പബ്ലിക്, ഫേസിങ് ദ ചർച്ച്. ആൻഡ് ഐ എം ഗോണ ആസ്ക് യു സർട്ടൻ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങളെ ചോദിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ ചോദ്യങ്ങൾക്ക് മതിയാകുന്ന രീതിയിൽ പ്രൈസലോ നിങ്ങളുടെ സമ്മതം രേഖപ്പെടുത്തി കഴിയുമ്പോൾ സഭയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സന്നദ്ധതയും നിങ്ങളുടെ കൺസെൻറ്റും അറിയിച്ച് കഴിയുമ്പോൾ പ്രൈസലോ അവർ തന്നെ ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയത്തിനായി കർത്തൃദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകല് കർത്താവേ പ്രിയ സഹോദരൻ ബ്ലസ്സനും പ്രിയ സഹോദരി ആഷ്ലിക്കും ദാനമായി കൊടുത്തിരിക്കുന്ന ഈ ആൺ പൈതലിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കാലം കർത്താവെ ഈ ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുകയാണ്. ഐസക് സാം എന്ന് പേര് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ശുശ്രൂഷിപ്പാനുള്ള പ്രാഗൽഭ്യം കർത്താവെ അടിയങ്ങൾക്ക് നൽകുമാറാകണം. പ്രാർത്ഥനയിൽ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് ബലം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലെല്ലാം ആക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മാതാപിതാക്കളായ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ കുഞ്ഞിൻ്റെ ജീവന് വില മതിക്കാൻ കഴിയത്തില്ലെന്നും ദൈവം ദാനമായി നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ കുഞ്ഞിനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നിങ്ങൾ തിരിച്ചറിയുക, ആ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ക്രൈസ്തവ മാർഗത്തിൽ, ക്രിസ്തീയ ശിക്ഷണത്തിൽ, ആത്മീക ശിക്ഷണത്തിൽ ദൈവവചനം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അധ്വാനിക്കാമെന്നും പ്രൈസ് ദി ലോർഡ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക് അവനെ വിട്ടുകൊടുക്കാതെ ദൈവസന്നിധിയിൽ എന്നും സമർപ്പിച്ചു കൊടുക്കാമെന്ന് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ സമ്മതം നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. ഇന്ന് ഈ സമയം നമ്മൾ ഈ കുഞ്ഞിനെ ദൈവസന്നിധി പ്രതിഷ്ഠിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിനും എനിക്ക് നിങ്ങളുടെ സന്നദ്ധത അറിയണം. നിങ്ങൾ ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ സമർപ്പിപ്പാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ സന്നദ്ധത അവരറിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സഭയോടായി ചോദിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ് ഈ കുഞ്ഞിന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്ക് കഴിയുമെങ്കിലും പലപ്പോഴും അവർക്കതിന് കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സഭയായി എക്സോഡസ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന സഭ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വിളി വന്നിരിക്കുന്ന നിങ്ങൾ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയിൽ ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഈ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ കുഞ്ഞിനെ ആത്മീക ശുശ്രൂഷകൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുത്ത് ആ കുഞ്ഞിനെ ഒരു ശുശ്രൂഷക്കാരനായി വളർത്തിയെടുപ്പാൻ സഭയായി നിങ്ങളുടെ സന്നദ്ധത നിങ്ങൾ അറിയിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ സംഘത്തിൻ്റെ വൃത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ സന്നദ്ധത നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോടുകൂടെ ഞാൻ പറഞ്ഞു തരുന്ന ഈ വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഏറ്റുപറയുമല്ലോ. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയിലായിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നോട് കൂടെ ചേർന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന വാചകങ്ങൾ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവായ യേശുവേ, ഐസക് സാം എന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകി തന്ന നീ ദാനമായിരിക്കുന്ന ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ദൈവ മുൻപാകെ ഭാഗ്യകരമായ പ്രത്യാശയായിരിക്കുന്ന ദൈവകൃപയിൽ ദൈവകൃപയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും ദൈവം മുൻപാകെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. Hallelujah, hallelujah, praise the Lord, praise the Lord, hallelujah. കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഐസക് സാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം മുൻപാകെ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, പൂർവ്വപിതാവായിരിക്കുന്ന ഇസഹാക്കിനെ പോലെ കർത്താവേ നീ അവർക്ക് ഈ കുഞ്ഞിനെ വാഗ്ദത്തമായി കർത്താവേ നീ അവർക്ക് നൽകി കൊടുത്തു. ഹല്ലേലൂയ. കർത്താവേ ഈ കുഞ്ഞിൻ്റെ പേര് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്ന പോലെ കർത്താവേ ദൈവസംബന്ധമായ വിഷയങ്ങളിൽ
സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കുഞ്ഞായി അവൻ വളർന്നു വരണം അപ്പ. ഹല്ലേലൂയ. മേ റിജോയ്സ് ആൻഡ് ടേക്ക് ഡിലൈറ്റ് ഇൻ ദ വേർഡ്സ് ഓഫ് ഗാഡ്. ദൈവത്തിനുള്ള വിഷയങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കുഞ്ഞായി അവൻ മാറണം അപ്പ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയപ്പ. മോരിയാദേശത്ത് ദൈവം കാണിച്ചു തന്ന പർവ്വതത്തിൽ കർത്താവേ അബ്രഹാം ഇസാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. ആൻഡ് വി റീഡ് അബൌട്ട് ദ ബൈൻഡിങ് ഓഫ് ഐസക്. കർത്താവേ ഹല്ലേലൂയ, ഈ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം മുൻപാകെ കർത്താവേ ഈ കുഞ്ഞ് കർത്താവേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് കർത്താവെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന, തന്നെ ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു കുഞ്ഞായി വളർന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തോട് ഹല്ലേലൂയ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞായി കർത്താവ് ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് ചേർത്ത് കെട്ടുന്ന പോലെ ഈ കുഞ്ഞിനെ കർത്താവെ സഭയായി കർത്താവ് ഈ മാതാപിതാക്കളോട് കൂടെ ചേർന്ന് കർത്താവെ ദൈവസന്നിധിയോട് ഞങ്ങൾ അടുപ്പിച്ചു കൊണ്ടുവരികയാണ് അപ്പാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ഇസഹാക്കിനെ പോലെ കർത്താവെ ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ഒരു കുഞ്ഞായി ഇവൻ വളർന്നു വരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പാ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. ഇസഹാക്ക് പ്രാർത്ഥിച്ചതുപോലെ ഇവൻ പ്രാർത്ഥന മനുഷ്യനായി ഇവൻ വളർന്നു വരണവേ ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പാ. ഐസക് സാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കുഞ്ഞ് കർത്താവെ ഒരു പ്രാർത്ഥനാ വീരനായി മാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പാ. ഇസഹാക്കിനെ പോലെ കർത്താവെ ബർശേബ ഹല്ലേലൂയ താഴ്വരയിൽ അനേക കിണറുകൾ കുഴിപ്പാൻ ഹല്ലേലൂയ അനേക കുഴികൾ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ പ്രവർത്തികൾ ഈ കുഞ്ഞ് ചെയ്ത് കാണുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയപ്പ. അനേക നീരുറവകൾ തുറന്നു കൊടുക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു കുഞ്ഞായി ഇവൻ വളർന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയപ്പ. ഹല്ലേലൂയ ഈ കുഞ്ഞിനെ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് തന്നു പ്രാർത്ഥിക്കുന്നു അപ്പ. മാനുഷികമായ ഞങ്ങളുടെ ഭുജങ്ങളാൽ കർത്താവെ ഈ കുഞ്ഞിനെ പരിപാലിപ്പാൻ കഴിവുള്ളതല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു അപ്പ. കർത്താവ് ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾ ആശ്രയിച്ച് ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് തരുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ദൈവ കൃപയുടെ ഒരു പരിപാലനവും കർത്താവെ ഒരു സംരക്ഷണം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ കർത്താവെ അവൻ ജീവനുള്ള നാളെല്ലാം കർത്താവെ ഹല്ലേലൂയ അവൻ യഹോവയുടെ മുൻപാകെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ അവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥിക്കുക അപ്പ. ഹല്ലേലൂയ. കർത്താവെ ഞാൻ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു അപ്പ. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് കർത്താവെ ആയുരാരോഗ്യ സൗഖ്യങ്ങളെ കൊടുത്ത് നീ അവൻ അനുഗ്രഹിക്കുമാറാകണം. ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായി അവൻ വളർന്നു വരുമാറാകണം കർത്താവെ. കർത്താവ് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ യേശുവിനെ കുറിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങൾ വായിച്ചു കേൾക്കുന്ന പോലെ കർത്താവെ അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും കർത്താവെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം നീ അവൻ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതുപോലെ കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ കുഞ്ഞിനെ കർത്താവെ ദൈവമുൻപാകെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് തന്ന് പ്രാർത്ഥിക്കുന്നു. നീ കുഞ്ഞിനെ അനുഗ്രഹിച്ച് തന്നിരിക്കാൻ സ്തോത്രം. മാനവും മഹത്വം തിരുമേനി എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞിനെ പ്രിയ ബ്രദറുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രേക്ഷകർ നമ്മളെല്ലാം ദൈവത്തിന് പുകഴ്ച കൊടുക്കാൻ പോവുക, നമ്മളെല്ലാം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോവുക. അവരിവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഗാനം ചേർന്ന് പാടുമ്പോൾ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതിനുശേഷം പ്രിയ ജിജു അങ്കിൾ മുൻപിലോട്ട് കടന്നു വന്ന് ബേബി ഡെഡിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആ കുടുംബത്തിന് പാസ് ചെയ്യുകയും പ്രൈസിലോ അതിനുശേഷം പ്രിയ ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നമ്മൾ വിരാമം വിടുവാൻ ആഗ്രഹിക്കുക. അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. We worship you, Lord. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ താളറിയ പോയിടാതെ താങ്ങി എന്നെ കൂടെ ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ താളറിയ പോയിടാതെ താങ്ങി എന്നെ ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ
കണ്ടു എന്നെ അന്ധനമായ അറിയും എന്നെ നിത്യതയിൽ കണ്ടു എന്നെ എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും. ഓ ആമേ പുലർത്തിയിടും എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നും ചെറുവാരിയാതെല്ലാവരും ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ദൈവത്തെ ആരാധിച്ചു എല്ലാവരും അത്ഭുതമേ സ്തോത്രമല്ല ജീസസ് ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ദാസൻ പ്രിയ ജിജുവങ്ങള് മുൻപിലോട്ട് കടന്നു വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മളെ ഈ ബേബി ഡെഡിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് പ്രിയ ദൈവത്തിന്റെ ദാസൻ അവർക്ക് കൊടുക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് പ്രൈസ് ദി ലോർഡ് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഐസക് സാം, ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ പോയിരുന്നാട്ട് പ്രിയ അങ്കിൾ ഒരു വാക്ക് പറയുകയും അതിനുശേഷം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വിരാമം വിടാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കൾ ജനനസമയത്ത് കുഞ്ഞിനെ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു, ഹോസ്പിറ്റലായിരുന്നു 1 മാസത്തോളം. എങ്കിലും ദൈവം അതിശയമായി കുഞ്ഞിനെ തിരിച്ചെടുത്തു. ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു ആശുപത്രിയുടെ സമയങ്ങളിലും പിന്നെ അവൻ്റെ ഇതുവരെയുള്ള വളർച്ചയിലൊക്കെയും മാതാപിതാക്കളെക്കാട്ടിൽ മുമ്പിൽ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു പരിപാലിക്കുകയും പോറ്റിപ്പുലർത്തുകയും അവന് വേണ്ടത് എന്തെന്ന് തക്ക സമയത്ത് കൊടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ നാം മഹത്വീകരിക്കപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആദ്യോടൊന്നും കർത്തൃത്വം ഏറ്റെടുത്ത ദൈവത്തിനെ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ. ആദ്യം മുതൽ ഇതുവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെല്ലാം നിറച്ച് ഈ ശുശ്രൂഷ അത്യന്തം അങ്ങേക്ക് പ്രസാദകരമായി തീർത്തതിനായിട്ട് ദൈവത്തെ നന്ദി കരയേറ്റുന്ന കർത്താവേ, അങ്ങയുടെ തിരുസലിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങളെ നടത്തുന്ന ദൈവമേ, ശൂന്യതയിൽ നിന്ന് സകലതും വിളിച്ചു വരുത്തിയ ദൈവമേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവേ. ഞങ്ങൾ പലപ്പോഴായി ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോൾ ഞങ്ങൾ വനത്തിൽ കൂടെ കേട്ടല്ലോ ആ കാൽവറിയിലേക്ക് ഞങ്ങൾ നോക്കുവാൻ, നീ ഞങ്ങളുടെ ജീവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, കടന്നു വന്ന ജീവിതങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബം വ്യക്തികളായി, ജീവിതങ്ങളായി, കുഞ്ഞുങ്ങളായി എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പറഞ്ഞ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണം കർത്താവേ. പിഞ്ചുകുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളായി, ഞങ്ങളെ കൂട്ടായ്മയായി ഞങ്ങളെ അങ്ങ് കർത്താവേ അങ്ങയുടെ തിരുസന്നിധി നിർത്തിയതിനായി സ്തോത്രം കർത്താവേ. ഇത് വളർന്ന് പന്തലിച്ച് കർത്താവേ ദേശത്ത് എൻ്റെ ദൈവമേ സ്തോത്രം അനേകർക്ക് തണലായി ഭവിക്കുവാൻ ഇടയാകണം കർത്താവേ. എൻ്റെ ദൈവമേ തണുപ്പിൻ്റെ അനുഭവത്തിൽ കൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ യേശുപ്പച്ച ഏൽപ്പിച്ച് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുമാറാകണമേ. എൻ്റെ ദൈവമേ സ്തോത്രം കർത്താവേ, പ്രത്യേകമായിട്ട് ദേശത്തെ ഞങ്ങളുടെ തിരുസലിലേക്ക് വെക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഈ ദേശത്തെ കർത്താവേ വെളിപ്പെടുവാൻ ഇടയാകണം കർത്താവേ. ഞങ്ങൾ ചെറിയൊരു കൂട്ടമാണ് അങ്ങയുടെ തിരുസനിലായിരിക്കുന്നത് കർത്താവേ. അനേകർ കർത്താവേ അന്ധകാരത്തിലായിരിക്കുന്നു. അവരെ കർത്താവേ നിൻ്റെ സത്യ ഉപദേശത്തിലേക്ക് കടം പിടിച്ച് നടത്തുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ, പരിചയപ്പെട്ടിട്ടില്ലാത്തവർ, എൻ്റെ ദൈവമേ എൻ്റെ യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുവാൻ, യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ദിവസങ്ങളിൽ ഞങ്ങൾ മൂലം എൻ്റെ ദൈവമേ
പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് തന്ന എല്ലാ കൃപകൾക്കായിട്ട് വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹാളിനായി സ്തോത്രം, ഇതിൻ്റെ ചുറ്റുപ്രദേശങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളെല്ലാവരും സഹോദരി സഹോദരങ്ങൾ താമസിക്കുന്ന ഭവനങ്ങൾക്കായി സ്തോത്രം. എൻ്റെ ദൈവമേ സ്തോത്രം കഥാവ്, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ബാധയും കൂടാരത്തിന്മേൽ അടുക്കാതെ വണ്ണം അങ്ങയുടെ ചിറകടിയിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്ന മേഖലകൾക്കായി സ്തോത്രം കഥാവേ, സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഞങ്ങൾക്ക് ജോലിയുടെ മേഖലകളിൽ എൻ്റെ ദൈവമേ കഥാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. ഞങ്ങൾ ഒന്നറിയുന്നു, വിളിച്ചവൻ വിശ്വസ്തൻ, അന്തിമുരെയും കൊണ്ടുപോകാൻ മനസ്സരിവുള്ള എൻ്റെ ദൈവത്തെയാണ് ഞങ്ങൾ അറിയുന്നത്. ദേശത്ത് കഥാവേ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണം, അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണം കഥാവേ. എൻ്റെ ദൈവമേ സ്തോത്രം കഥാവേ. സുവിശേഷം കഥാവേ, ദേശത്തിന് അങ്ങ് ലോകത്തിനകത്തോളം ഏർപ്പെടുവാൻ വിളിച്ച് കഥാവേ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. ഞങ്ങളുടെ കഥാവ് തന്ന എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ സ്തോത്രം തന്ന എല്ലാ സാന്നിധ്യത്തിനായിട്ടും അങ്ങയുടെ സൂക്ഷിക്കുന്ന കഥാവേ. ക്രയിൽ നിൽപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് എന്നെ സ്തുതിക്കുന്നു. സകലവും എനിക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശ്വപ്പിച്ച നാമത്തിന് കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മൾ ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്ന് നാം കേട്ടതായ ദൈവവചന കേൾവിയോടും വചനം കേട്ട എല്ലാ പ്രിയമുള്ളവരോടും ഇന്ന് നാം ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ സമർപ്പിച്ച ഐസക് സാം എന്ന കുഞ്ഞിനോടും അവൻ്റെ കുടുംബത്തോടും കൂടെ നമ്മുടെ സഭയോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം നമുക്ക് ജയം എന്ന കർത്താവിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. I come before you today. There's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you.